ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ബീഫ് ബിരിയാണി വെക്കുന്ന കണ്ടാലോ? സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബിരിയാണിയൊക്കെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ ബിരിയാണി അരി അളന്നെടുക്കുകയാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ഇതാണ് അളവ്. ഞാൻ ഓൾറെഡി മുന്നേ വീഡിയോ ഇട്ടിട്ടുള്ളപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവരും ആദ്യമായിട്ട് വെക്കുന്നവർക്കും വേണ്ടിയിട്ടും കൂടാണ് ഇങ്ങനെ എടുത്തത്. എന്നിട്ട് ഇതാ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് നല്ലോണം വെള്ളം അങ്ങോട്ട് വെട്ടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അരിയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് മസാല റെഡിയാക്കാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാ സവാള പൊരിച്ചെടുക്കുകയാണ്. ആദ്യം സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാ ആവശ്യത്തിന് കുക്കറിൽ ഞാൻ ബീഫ് എടുത്തിട്ട് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് ഇത്രയും കൂടെ ഇട്ടിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല. അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഞെരടി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതാണ്. എന്നിട്ട് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 7-8 ഫിസിൽ ഏൽപ്പിച്ചെടുത്താൽ നല്ലോണം വേവും. അങ്ങനെ അതും അങ്ങോട്ട് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കണം. അങ്ങനെ പൊരിച്ച് കോരി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ നേരത്തെ ഒഴിച്ചതുണ്ടല്ലോ. സവാള വാടി വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു 3 തക്കാളിയാണ് പ്രധാനം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നേരത്തെ ഇവിടെ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് എടുത്തിട്ടിട്ട് ആവശ്യത്തിന് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ഇട്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും പെരുംജീരകവും ഇത്രയും കൂടെ ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആവശ്യത്തിന് തൈര്, ഞാൻ ഒരു 3 സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്നിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ മസാല സെറ്റായി. അപ്പോഴത്തേക്കും കുക്കറിൽ നല്ലോണം ബീഫ് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതും കൂടെ ഇനി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. തൊട്ടപ്പുറത്ത് ഇതാ ചോറും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ദമ്മിടൽ പരിപാടിയാണ്. ദമ്മിടാൻ പിന്നെ ഞാനല്ല, ഇക്കയാണ് ഇടുന്നത്. അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ലെയർ റെഡിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മീതെ മുന്തിരിയും സവാള പൊരിച്ചതും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് 3 ലെയറാക്കി എടുത്ത് തൊട്ട് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടാൽ സംഭവം സെറ്റായി. ഇനി നമുക്കൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കണം. ഇതുപോലെ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി. അടിപൊളി സ്മെല്ലായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്യണമല്ലോ. എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും എനിക്ക് സക്സസ് ആയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.